നമ്മുടെ ഒരു വികാരമാണ് ആന. ആനയെ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാവരും എന്ത് തിരക്കിലാണ് ഒരു നോട്ടം നമ്മൾ ആനയിലേക്ക് കൊടുക്കല്ലേ. ആനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ ആനയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആന ഉള്ള രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കയിലാണ് കേട്ടോ. ആഫ്രിക്കയിലെ ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ആനയുള്ളത്. എങ്കിൽ ഏഷ്യയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന ഏഷ്യൻ ആനകളാണ്. ഏഷ്യൻ ആനകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്നത് കർണാടകയിലും നമ്മുടെ കേരളത്തിലാണെങ്കിൽ വയനാടാണ് കേട്ടോ. പക്ഷേ അതിൽ കേരളത്തിലേക്ക് വരുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ വയനാട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ കാട്ടാനകളാണ്. എങ്കിൽ നാട്ടാനകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂരാണ്. തൃശ്ശൂർ ഏകദേശം 100-ലധികം നാട്ടാനകളുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. കേരളം കൂടാതെ കർണാടകയുടെയും ജാർഖണ്ഡിൻ്റെയും ഔദ്യോഗിക ചിഹ്നത്തിൽ ആനയുടെ ചിത്രമുണ്ട് എന്നുള്ളതാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം വരുന്നത്. ഏകദേശം 60 വർഷം മുതൽ 70 വർഷം വരെയാണ് ഒരു ആനയുടെ ആയുസ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് ലോക ആന ദിനം ആചരിക്കുന്നത്. ആനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് 1992-ലാണ്. ഇതുപോലെ നിരവധി കാര്യങ്ങൾ ആനയെ പറ്റി നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയുന്ന ആനയെക്കുറിച്ച് അറിയുന്ന ഫാക്റ്റുകൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആനയുടെ പേര് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാവോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. നിങ്ങൾക്കാരാണ്?